ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ്. ഇത് ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. നല്ല ഉണങ്ങിയ കൊപ്ര പരുവത്തിലുള്ള 2 തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 തേങ്ങയിൽ നിന്നുള്ള എണ്ണ മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് കുറച്ച് വെള്ളം ചേർത്ത്, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ 1/4 പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നല്ല കട്ടിപ്പരുവത്തിലുള്ള പാലാണ് നമ്മൾ എടുക്കുന്നത്. എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള മുഴുവൻ പാലും നമുക്ക് ആ തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി ഞാനിതൊരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഉരുളി അടുപ്പിൽ വെച്ച് കൈയടക്കാതെ നന്നായിട്ട് ഇളക്കണം. ഇതിപ്പോൾ ഞാനൊരു 7:30 7:30 മണിക്കാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഇത് ഉണ്ടാക്കി തീർന്നപ്പോൾ 8:30 മണിയായി. 1 മണിക്കൂറോളം എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് കുറുകിയതാണ്ട് ഈ പരുവത്തിലാവും. ഇനിയും ഇത് നന്നായിട്ട് കുറുകി വറ്റി വരേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പറഞ്ഞാൽ തീരത്തില്ല. കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ചർമ്മം സംരക്ഷണത്തിനാണെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും വരൾച്ച തടയാനും സഹായിക്കുമെന്ന് പറയുന്നു. ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകുകയും തിളക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തുള്ള ആളുകൾ സ്ഥിരം ഉപയോഗിച്ചിരുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് കൂടെയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ. മുടിക്കാണെങ്കിലോ മുടി കൊഴിച്ചിൽ തടയാനും മുടി തഴച്ചു വളരാനും ഇത് വളരെയധികം ഉപകരിക്കും. താരൻ അകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും ഇത് ഉത്തമമായ ഒരു സാധനമാണ്. രോഗപ്രതിരോധ ശേഷിക്കാണെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ഇത് ശരീരത്തിലെ രോഗങ്ങളെ ചെറുക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കൊഴുപ്പ് കുറയ്ക്കാനാണെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ശരീരത്തിലെ കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ദഹനത്തിനും വളരെ നല്ല ഒരു മെഡിസിനാണ് ഉരുക്ക് വെളിച്ചെണ്ണ. മറ്റ് ഉപയോഗങ്ങളെന്ന് പറയുന്നത് കരപ്പൻ, ചൊറിച്ചിൽ തുടങ്ങിയപ്പോഴുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം പറയുന്നുണ്ട്, അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് ചേരാതിരിക്കാനും സ്കിന്നിന് യോജിക്കാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ എടുത്ത ഉരുളിയുടെ 1/4 ഭാഗത്തോളം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് തന്നെ ഇത് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് തിളച്ച് വരുന്ന സമയത്താണെങ്കിൽ ഇത് കുമ്പിള പൊട്ടി മൊത്തവും ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചാണ് ഇത് ഇളക്കിയെടുത്തത്. തിളയ്ക്കുമ്പോഴത്തേക്കും നല്ല കുമ്പിള പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു. ആ പൊട്ടിത്തെറിക്കുന്നത് കൈ വെച്ചൊന്ന് ഞെരടി നോക്കുമ്പോഴത്തേക്കും നല്ല എണ്ണമയം ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇതിൽ നിന്നും എണ്ണ പൊട്ടി വരുന്നത് കാണാം. ഇനിയും വരാനുണ്ട്. ഇനി ഈ തേങ്ങയുടെ കൊത്ത് നന്നായിട്ടൊന്ന് കരിഞ്ഞു വരണം. കരിഞ്ഞു വരുന്ന സമയത്താണ് ഇതിൽ നിന്ന് എല്ലാ എണ്ണയും ഊർന്നു വരുന്നത്. ഇപ്പോൾ ഏകദേശം കുറേയെല്ലാം എണ്ണ ഊർന്നു വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ ബ്രൗൺ നിറമായിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം കാണാം, നല്ലതായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ മാക്സിമം എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ്, സ്റ്റീലിൻ്റെ ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ 2 തേങ്ങയിൽ നിന്നും കിട്ടിയ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൊത്തെല്ലാം ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ മാറ്റി വെച്ച് ഇനി അരിച്ചെടുത്ത വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് വളരെ സൂക്ഷിച്ചാണ് ഹാൻഡിൽ ചെയ്തത്. കാര്യം കയ്യെങ്ങാനും തട്ടി ചരിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിതൊരു ചെറിയൊരു ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്ര ഈ 2 തേങ്ങയിൽ നിന്നും
ഉണക്കത്തേങ്ങയാണ് ഞാൻ എടുത്തത്. ഇത്രയും വെളിച്ചെണ്ണയാണ് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബൈ, താങ്ക് യു.